കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ 26 ഏക്കർ ഭൂമി താങ്കൾ ലീസിനെടുത്തത് അണ്ടർ വാല്യുവേഷനിലൂടെയാണ് എന്ന് ഒരു ആക്ഷേപം മാധ്യമങ്ങളിൽ വരികയുണ്ടായി. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഒരു ഇൻവെസ്റ്റർ 600-700 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾ എല്ലാ ഡോക്യുമെന്റ്സും ശരിക്കും നോക്കി അതിന്റെ ഡോക്യുമെന്റ്സ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ എല്ലാം ഏറ്റെടുക്കുള്ളൂ, പിന്നെ അവിടെ പ്രൊജക്റ്റ് ഉണ്ടാക്കുള്ളൂ. ആ നിലയ്ക്ക് അത് ഏറ്റെടുത്തു. അതിനെപ്പറ്റി ഡിഫറെന്റ് ആളുകൾ ഡിഫറെന്റ് ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് സത്യം യാതൊന്നുമില്ല. പക്ഷേ ഹിന്ദു ദിനപത്രത്തിലാണ് ഈ വാർത്ത വന്നത്. ബോൾഗാട്ടിയെ 26 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് 500 കോടി മൂല്യം വരുന്ന, താങ്കൾ കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ നടത്തുന്നതാണ്. ഇതിന്റെ ഒരു വിപണി മൂല്യം താങ്കൾക്കറിയാം. 71 കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയത്. അതും 30 വർഷത്തെ ലീസിനാണ് സാധാരണഗതിയിൽ പോർട്ട് ട്രസ്റ്റ് നൽകാറുള്ളത് എന്നും, ഇത് പക്ഷേ എത്ര തവണ വേണമെങ്കിലും ഈ 30 വർഷത്തെ ലീസ് കാലാവധി പുതുക്കാം എന്ന നിലയിൽ ആയിരിക്കുന്നു എന്നുള്ളതും താങ്കളുടെ ഒരു സ്വാധീനത്തിലൂടെ നേടിയെടുത്തതാണ് എന്ന ആക്ഷേപം പറയാതെ പറഞ്ഞിട്ടുണ്ട് ആ വാർത്തയിൽ. ഹിന്ദു എന്ന ദിനപത്രം എന്ന് ഇന്ത്യയിലെ തന്നെ വളരെ ഡിഗ്നിഫൈഡ് പത്രമാണ്. ഞാൻ ബ്രസീലിലായിരുന്നു. ബ്രസീലിൽ നിന്ന് വന്നപ്പോൾ ഇത് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അതൊരു പക്ഷേ ആ ലേഖകന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ലേഖകൻ ഇന്റർപ്രറ്റ് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോപ്പർട്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബിഡിംഗ് പ്രോസസ്സിലൂടെ ബിഡ് ബോണ്ട് ഗ്യാരണ്ടിയും പെർഫോമൻസ് ഗ്യാരണ്ടിയും കൊടുത്ത് കാശ് മേടിച്ച് ഒരു പാർട്ടിക്ക് ലീസിന് കൊടുക്കണം. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നോംസ് ഉണ്ട്. ആ നോംസിന്റെ 1% അങ്ങോട്ടും കൂടെ ഒരാൾക്ക് ഡിവിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അബദ്ധവശാൽ ഞാനത് ബിഡ് ചെയ്തു, എനിക്കത് കിട്ടി. അതിനുശേഷം ഒരു പാർട്ടി ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ശരി, ഒരാൾ ബിഡ് ചെയ്തു, അയാൾക്ക് കിട്ടി. ഇതിൽ കൂടുതൽ ഏതെങ്കിലും ബിഡ് ഉണ്ടെങ്കിൽ അവരയാളെ കൊണ്ടുപോയോ, ഞാൻ റീട്ടെൻഡറിങ്ങിന് കൊടുക്കാം. ആർക്കും ബിഡില്ല. അപ്പൊ അബദ്ധവശാൽ എനിക്കെന്നെ കിട്ടി. 3 കൊല്ലം മുമ്പ് കഴിഞ്ഞ സംഭവമാണ്. 3 കൊല്ലം കഴിഞ്ഞിട്ടും ഇതിന്റെ പെർമിഷന് വേണ്ടിയിട്ട് കാശ് ഞാൻ കൊടുക്കൽ കഴിഞ്ഞ് ഇതിന്റെ പെർമിഷന് വേണ്ടി ഓരോ വാതിലുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ തന്നെയല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കൺവെൻഷൻ സെന്ററാണ് എൻ്റെ സ്വപ്നം. കൊച്ചിയെ ഒരു കൺവെൻഷൻ നഗരമാക്കി മാറ്റണം. ഇപ്പൊ സിംഗപ്പൂരിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നേർപകുതി ചാർജിന്, ഗ്രാൻഡ് ഹയാത്തുമായിട്ടുള്ള എൻ്റെ അഗ്രിമെന്റ് നേർപകുതി ചാർജിന് ഇവിടെ ലോകത്തെമ്പാടുമുള്ള കൺവെൻഷൻസ് കൊണ്ടുവരാൻ ഹയാത്ത് ഗ്രൂപ്പ് അണ്ടർടേക്ക് ചെയ്യണം. അതിപ്പോ ഒരു ലേഖകൻ അതുകൂടെ എഴുതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും പേടിച്ച് ഞാൻ ഈ രാജ്യത്ത് ജനിച്ചു വളർന്നവൻ അങ്ങനെയൊന്നും ഓടിപ്പോകുന്നവനല്ല. പക്ഷെ ഏത് രാജ്യത്ത് ഏത് ബിസിനസ് ചെയ്യുമ്പോഴും ആ രാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ച് മാത്രമേ യൂസഫിൽ ചെയ്യുകയുള്ളൂ. അത് ഞാൻ തന്നെ അല്ല, ഏത് ബുദ്ധിയുള്ള കച്ചവടക്കാരങ്ങനെ ചെയ്യുള്ളൂ. ഇപ്പൊ 10-700 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്ട്, അതിന്റെ ഡോക്യുമെന്റ്സ് ശരിയല്ലെങ്കിൽ വല്ലവരും അതിൽ ചെയ്യും. ബോൾഗാട്ടി പോലുള്ള ഒരു തന്ത്രപ്രധാനമായ സ്ഥലത്ത് പൊതുസമ്പത്തായി തുടരേണ്ട ഭൂമി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അവരുടെ മുൻകാല തീരുമാനങ്ങൾ മറികടന്ന് അണ്ടർ വാല്യുവേഷനിലൂടെ ഒരു വ്യവസായ പ്രമുഖന് നൽകിയോ എന്ന ആശങ്കയായിരിക്കാം ഈ വാർത്തയിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോ കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി MG റോഡിൽ സ്ഥലം എടുത്തപ്പോൾ ഒരു സെന്റിന് 51 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി തന്നെ സർക്കാർ നൽകിയിട്ടുണ്ട്. അത് കരഭൂമിയാണ്. വാട്ടർ ഫ്രണ്ട് ഭൂമിക്ക് അതിനേക്കാൾ കൂടുതൽ മൂല്യം സാധാരണഗതിയിൽ നിശ്ചയിക്കപ്പെടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 500 കോടി രൂപയുടെ മൂല്യമുള്ള ആ ഭൂമിയാണ് 71 കോടി രൂപയ്ക്ക് താങ്കൾ എടുത്തത്. ഞാൻ ചോദിക്കുന്നത് ഇത് ലീസാണ്, വാടകയാണ്, 30 കൊല്ലം കഴിഞ്ഞാൽ മടക്കി കൊടുക്കേണ്ടതാണ്. അതിനെയും പത്രം ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 30 വർഷത്തെ ലീസാണ് സാധാരണഗതിയിൽ നൽകാറുള്ളത്. ഇത് എത്ര തവണ വേണമെങ്കിലും ആ 30 വർഷത്തെ അത് ഡിസ്ക്രിപ്ഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്, എന്റെ കയ്യിലല്ല. പക്ഷെ കരാറിലൊന്നും പറഞ്ഞിട്ടില്ല. കരാറിൽ പറഞ്ഞിട്ടുള്ളത് 30 കൊല്ലം കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിശ്ചയിക്കുന്ന വിലയ്ക്കാണ് ഇത് റിന്യൂ ചെയ്യുക, അല്ലാതെ എന്റെ ഡിസ്ക്രിപ്ഷൻ അല്ല. അതാണ് എഗ്രിമെന്റ്, അതാണ് ഗവൺമെന്റ് തന്നിട്ടുള്ളത്. ഇനിയിപ്പോ അതല്ല, അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്റെ കാശ് എന്നാ ഞാൻ പോയി മടക്കി കൊടുക്കാൻ തയ്യാറുണ്ട്. ഭാവി തലമുറയ്ക്ക് ജോലി ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റും കേരളത്തിൽ വരുമ്പോൾ അപ്പം അതിന് വിവാദമായി, എതിർപ്പായി. അപ്പൊ ഈ വ്യവസായികൾ മുഴുവൻ അതിൽ നിന്ന് ഈ വിവാദത്തിന് രക്ഷപ്പെടാൻ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ യൂസഫലി അങ്ങനെ പോവില്ല.
ഞാൻ ഈ രാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യും. അത് ഞാൻ പ്രാവർത്തികമാക്കും. ഞാൻ എന്ത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ആ കമ്മിറ്റ്മെന്റ് ഞാൻ ഫുൾഫിൽ ചെയ്യും. തൃശൂരിൽ താങ്കൾക്കൊരു കൺവെൻഷൻ സെന്റർ നിർമ്മിക്കണം എന്ന ആഗ്രഹം വന്നപ്പോൾ വയൽ നികത്തി എന്ന ആക്ഷേപം വന്നു. ഏറ്റവും വലിയ പരിസ്ഥിതിവാദിയായ വി.എസ്. അച്യുതാനന്ദൻ അവിടെ വന്ന് പ്രസംഗിച്ചത് ചെളിക്കുണ്ടിൽ താമര വിടർന്നു എന്നാണ്. ഇവിടെ ബോൾഗാട്ടിയിൽ താങ്കൾക്കൊരു കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കേണ്ടി വന്നപ്പോൾ ആ ഭൂമി നികത്തി തന്നു കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്. അതൊരു സ്വകാര്യ വ്യക്തിക്ക് നികത്താൻ കഴിയില്ല. ഇത് പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്നതല്ല. ഞാൻ നികത്തിയതല്ല, പോർട്ട് ട്രസ്റ്റ് നികത്തിയ 6 ഭൂമി ബിഡ് ചെയ്തു. എന്തുകൊണ്ട് ബിഡ് ചെയ്തു? ബിഡ് ചെയ്തപ്പോൾ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു വ്യവസായി എന്നുള്ള നിലയ്ക്ക് ഞാനത് ബിഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ബിഡ് ചെയ്യാൻ പാടില്ലേ? ബിഡ് ചെയ്തപ്പോൾ വേറെ എനിക്കത് കിട്ടി. അതാണ് ഇപ്പോൾ പ്രശ്നം. തന്ത്രപ്രധാനമായി പറഞ്ഞല്ലോ, നേരെ അപ്പുറത്ത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ DP വേൾഡാണ്, ദുബായ് പോർട്ട് ട്രസ്റ്റാണ് നടത്തുന്നത്. ദുബായ് ഗവൺമെന്റിന്റെയാണ് ദുബായ് പോർട്ട് ട്രസ്റ്റ്. അപ്പോൾ ഓരോന്ന് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ ഉണ്ടാക്കി ഈ കേരളത്തിന്റെ പ്രൊജക്ടുകളെ, കേരളത്തിൽ വരാൻ പോകുന്ന പ്രൊജക്ടുകളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കുറച്ചാളുകൾ ഇവിടെയുണ്ട്. അത് കേരളത്തിന്റെ ഭാവി തലമുറക്കോ വരാൻ പോകുന്ന യുവാക്കൾക്കോ ജോലി തേടി വരുന്ന യുവാക്കൾക്കോ യുവതികൾക്കോ അത് ഗുണം ചെയ്യില്ല എന്നാണ് എനിക്ക് പറയുന്നത്. ഒരു പ്രൊജക്ടിനപ്പുറത്തേക്ക് 572 സർവീസ് അപ്പാർട്ട്മെന്റ്സ് ആണ്. സർവീസ് അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കണില്ല. ഞാൻ ഓൺലി കൺവെൻഷൻ സെന്റർ ആൻഡ് ഹോട്ടൽ, അതാണ് ഇപ്പോഴത്തെ പ്രൊജക്ട്. ഇനി സർവീസ് അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ആ ലാൻഡിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. പോർട്ട് അനുവദിക്കുന്ന ഏത് സംരംഭവും ഉണ്ടാക്കാം. പക്ഷെ അവിടെ സർവീസ് അപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഉദ്ദേശമില്ല. ഇപ്പോൾ കൺവെൻഷൻ സെന്റർ കം ഹോട്ടൽ. പക്ഷേ അങ്ങ് ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ സർവീസ് അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി ലീസിന് കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ വല്ലവരത്ത് 30 കൊല്ലം ലീസിലുള്ള സ്ഥലം ആരെങ്കിലും മേടിക്കൂ? ആരെങ്കിലും ഫ്ലാറ്റ് മേടിക്കണമെങ്കിൽ അവർക്ക് അതാണ് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1000 കോടി രൂപയുടെ 572 ഫ്ളാറ്റ് താങ്കൾ ഉണ്ടാക്കി വിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. അതില്ല എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 572 ഫ്ലാറ്റ് ഉണ്ടാക്കി. ഞാൻ റിയൽ എസ്റ്റേറ്റുകാരനല്ല. ഇവർ കാണുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗങ്ങളുണ്ട്, അവരെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. യൂസഫലി ഒരു കച്ചവടക്കാരനാണ്. ഈ രാജ്യത്തിന് എന്ത് പ്രൊജക്ട് ഡെവലപ്മെന്റിലൂടെ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ആ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അത് ഇന്ത്യൻ ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും നിയമത്തിൽ അധിഷ്ഠിതമായിട്ട് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല. നമ്പർ 1. നമ്പർ 2, സർവീസ് അപ്പാർട്ട്മെന്റ് ആക്കിയിട്ട് വിൽക്കാൻ സാധ്യമല്ല. അത് പോർട്ട് ട്രസ്റ്റിന്റെ എഗ്രിമെന്റിലില്ല. അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയാൽ അത് ലീസിന് കൊടുക്കാം. പക്ഷെ ഞാൻ ഇപ്പൊ അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് താങ്കൾക്ക് പരിസ്ഥിതി ദുർബല പ്രദേശം നികത്തി തരുന്നു. എനിക്ക് വേണ്ടി നികത്തിയതല്ല. 8 കൊല്ലം മുമ്പ് നികത്തിയ അവര് ഇത് നികത്തിയതാണോ നികത്തിയതല്ലേതൊന്നും എനിക്ക് മുമ്പ് അറിയായിരുന്നില്ല. ഇവര് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നികത്തി, കൊല്ലങ്ങൾക്ക് മുമ്പ് നികത്തി ബിഡ് ചെയ്ത സ്ഥലമാണ്. അപ്പൊ എനിക്ക് വേണ്ടി അപ്പോൾ ആ ബിഡിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അതിന്റെ പോയിന്റ് കേരളത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഒരാൾ എന്നുള്ള നിലയിൽ വേണം വ്യവസായ പ്രമുഖൻ ശ്രീ എം എ യൂസഫ് അലിയെ കാണാൻ. ശ്രീ എം എ യൂസഫ് അലിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിൽ ഒരു കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കണം എന്ന ആഗ്രഹമുള്ളപ്പോൾ അതിനുള്ള സ്ഥലം തരികയും അങ്ങനെയുള്ളൊരു സ്ഥലം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നികത്തി അതിന് ആവശ്യമായ വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു തരികയും രീതി ആയിരിക്കില്ലേ സാധാരണഗതിയിൽ ഈ സ്ഥലം കിട്ടിയതിന് ശേഷമാണ് ഇവിടെ കൺവെൻഷൻ സെന്റർ തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചത്. അതല്ലാതെ ഈ സ്ഥലമില്ലാതെ ചുമരില്ലാതെ ചിത്രം എഴുതാൻ പറ്റൂ, സ്ഥലമില്ലാതെ കൺവെൻഷൻ സെന്ററിനെ പറ്റി ചിന്തിക്കാൻ പറ്റും. ഈ സ്ഥലം കയ്യിൽ കിട്ടിയപ്പോൾ ഈ സ്ഥലത്ത് എന്ത് ചെയ്യാന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിച്ചു. അതിന്റെ വിസിബിലിറ്റി സ്റ്റഡി ഉണ്ട്, അതിന്റെ വേയബിലിറ്റി ഉണ്ട്, അതിന്റെ ഫൈനാൻസ് ഉണ്ട്. അതൊക്കെ ശരിക്കും നോക്കി മനസ്സിലാക്കിയപ്പോൾ ഈ കൊച്ചിക്ക് ഇപ്പം ആവശ്യം 2 കാര്യങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഒന്ന് ഒരു കൺവെൻഷൻ സെന്റർ, ഒന്ന് ഒരു സ്പോർട്സ് സിറ്റി. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം കൊച്ചി കേരളത്തിലേക്ക് ആവശ്യം. ഇവിടെ കക്ഷിഭേദമന്യേ രാഷ്ട്രീയ പ്രമുഖരെ യോജിപ്പിക്കാനുള്ള ഒരു ശേഷിയും താങ്കൾക്കുണ്ട്. ഇപ്പോ ലുലു ഹൈപ്പർ മാർക്കറ്റ് കൊച്ചിയിൽ തുറന്നപ്പോ
വി.എസ്. അച്യുതാനന്ദനെയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും വയലാർ രവിയെയും പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയും ഒരു വാനിൽ കയറ്റാൻ താങ്കൾക്കായി? കേരളത്തിൽ ആർക്കും നേട്ടമായി തന്നെ കാണും. ഈ രാജ്യത്ത് ഗൾഫിൽ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവിടെ വളരെ അന്തസ്സോടുകൂടി ബിസിനസ് ചെയ്ത് അവിടെ യാതൊരു ഗൾഫിൽ പോയവർക്കറിയാം അവിടുത്തെ ഭരണകർത്താക്കളുമായി സ്നേഹത്തിലും ബന്ധത്തിലും സഹോദര്യത്തിലും ജീവിച്ച് അവിടുന്ന് കുറച്ച് കാശ് ഇവിടെ കൊണ്ടുവന്നു നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സപ്പോർട്ട് ചെയ്യണ്ടേ? ആ നിലയ്ക്ക് അവർ സപ്പോർട്ട് ചെയ്തു. അത് വന്നു. ആ വന്നതെപ്പറ്റി വലിയൊരു അബദ്ധമാണ്. ഈ രാജ്യത്ത് പ്രൊജക്ടുകൾ വരുമ്പോൾ കേരളത്തിന്റെ വികസന കാര്യം പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും യോജിക്കണം. അതെല്ലാ രാഷ്ട്രീയ നേതാക്കളും യോജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാവരും വന്നു. ഞാൻ ക്ഷണിച്ചു വന്നു. പിന്നെ ആര് വരണം ആര് വരണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരല്ലല്ലോ. തീരുമാനിക്കേണ്ടത് വരുന്നവരാണ്. 22,000 മലയാളികൾക്ക് ജോലി കൊടുത്തവരാണ് ഞാൻ. ഒരു പ്യൂണിന് വരെ ജോലി ചെയ്യാൻ പറ്റാത്തവരാണ് ഈ എഴുതുന്നത്. ജോലി കൊടുക്കാൻ പറ്റാത്തവരാണ് എഴുതുന്നത്. അത് ചെയ്തു, ഇത് ചെയ്തു. ഈ രാജ്യത്തിന്റെ 45 ലക്ഷം തൊഴിലില്ലാത്ത ആൾക്കാരുണ്ട്. അവരുടെ ജീവിതമാർഗം എന്താണെന്ന് എഴുതണ്ടേ? അതിനെപ്പറ്റി ചിന്തിക്കണ്ടേ? അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണ്ടേ? അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യണ്ടേ? എന്നിട്ട് കേരളത്തിന്റെ സ്ഥിതി എന്താവുന്നത് അതാണ് എഴുതേണ്ടത്. അതാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്.